നടത്തറ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ 2025 ജനുവരി 25 ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ മൂർക്കനിക്കര ഗവൺമെന്റ് UP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് ചേർന്നു. റവന്യൂ മന്ത്രി കെ രാജൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് PR രജിത് സ്വാഗതവും, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ KV സജു എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ജനകീയ പദ്ധതിയുടെ പ്രാധാന്യവും ആവശ്യകതയും ആരംഭകാലം മുതൽ തിരിച്ചറിഞ്ഞു സുതാര്യമായ ജനപങ്കാളിത്തത്തോടെ വികസനത്തിന്റെ ഒരു തരംഗമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ സൃഷ്ടിച്ചത്. സമാനതകളില്ലാത്ത ആസ്തികൾ സൃഷ്ടിച്ചും ക്രിയാത്മകമായ ഇടപെടലുകളിലൂടെയും ജനക്ഷേമ പ്രവർത്തനങ്ങളും പഞ്ചായത്തിനെ സംസ്ഥാന തലത്തിൽ തന്നെ മുന്നിലെത്തിച്ചു. വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങളിലെയും ഗ്രാമസഭകളിലെയും നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് തയ്യാറാക്കിയ 2025-26 വർഷത്തേക്കുള്ള ജനകീയാസൂത്രണ പദ്ധതിയുടെ കരട് പദ്ധതി രേഖ വിശദമായ ചർച്ചയ്ക്കും വിശകലനത്തിനും ജനസമക്ഷം സമർപ്പിച്ചു. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും പ്രമുഖ വ്യക്തിത്വങ്ങളും വിവിധ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരും സെമിനാറിൽ സന്നിഹിതരായി. ഗ്രൂപ്പ് ചർച്ചകളും നിർദ്ദേശങ്ങളും അവതരണവും നടന്നു. ആസൂത്രണ സമിതി അംഗം ശ്രീ നന്ദകുമാർ, നടത്തറ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശ്രീ K പ്രദീപ് നന്ദി പ്രഭാഷണം നടത്തി. തനത് ഫണ്ടിൽ നിന്ന് ലഭ്യമാകുന്ന തുകയും വിവിധങ്ങളായ സംവിധാനങ്ങളിലൂടെ ലഭ്യമാകുന്ന തുകയും ഒരു പഞ്ചായത്തിൽ എങ്ങനെ ചെലവഴിക്കണം അത് നിശ്ചയിക്കുക പഞ്ചായത്തിന്റെ കൂടി അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാകുന്നതാണ് വികസന സെമിനാറിന്റെ അർത്ഥം. ഇവിടെ ഏതാണ്ട് 15ഓളം വകുപ്പുകളിൽ നടക്കേണ്ട വികസനങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചർച്ച ചെയ്യും. ലഭ്യമാകുന്ന തുക ഏതെല്ലാം മേഖലകളിലാണ് പ്രയോറിറ്റിയോടെ മുൻഗണനയോടെ അവതരിപ്പിക്കേണ്ടത് അത് നിശ്ചയിക്കുക. നിങ്ങളുടെ വികസന സെമിനാറിൽ നടക്കുന്ന ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട അഭിപ്രായ പ്രകടനങ്ങൾക്ക് ശേഷം രൂപീകരിക്കപ്പെടുന്ന പദ്ധതി രേഖയുടെ പൂർത്തീകരണത്തിനും കൂടിയാണ്. എത്ര വികസനത്തിന്റെ കാര്യത്തിലുള്ള ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി നമുക്ക് നടത്താവുന്ന ഒരു സമീപനം. അതിന്റെ കൂട്ടത്തിൽ MP ഫണ്ട്, MLA ഫണ്ട്, ബ്ലോക്ക് ഫണ്ട്, ജില്ലാ പഞ്ചായത്ത് ഫണ്ട്, ഒരു പഞ്ചായത്തിനകത്ത് ആ ഫണ്ടുകൾ ചെലവഴിക്കുമ്പോൾ ആ ഫണ്ടുകൾ ചെലവഴിക്കേണ്ടത് പഞ്ചായത്തിന്റെ കൂടി അനുവാദത്തോടെയും ധാരണയുടെയും കൂടി അടിസ്ഥാനത്തിലാണ്. ഉദാഹരണത്തിന് ഒരു റോഡിന് MLA ഒരു തുക വയ്ക്കുന്നു, MP ഒരു തുക വയ്ക്കുന്നു, ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾ തുക വയ്ക്കുന്നു. എല്ലാം കൂടി ഒറ്റ പഞ്ചായത്തുകളോട് കൂടി ചോദിച്ചാൽ വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കാൻ തീരുമാനിച്ചാൽ ഒരു നാടിന്റെ തന്നെ വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കും. നമുക്ക് വികസനത്തിന്റെ സ്വാദ് ഏറ്റവും സാധാരണ ജനങ്ങളിലേക്ക് എത്താൻ കഴിയും. അതുകൊണ്ട് വിമർശനങ്ങൾ ഉണ്ടാകട്ടെ, പക്ഷേ നാം ശരിയായ വഴിയിലാണോ പോകുന്നത് എന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. ഇപ്പോൾ ഇവിടെ